ഹായ്, ഇന്ന് ഞാൻ ചെയ്ത 2-3 മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫ്രണ്ടിലും ബാക്കിൽ റൗണ്ട് നെക്കും, ഒന്ന് ചുരിദാർ കട്ടിൽ ഫ്രണ്ടിൽ റൗണ്ട് നെക്കും വരുന്ന മോഡലാണ് ചെയ്തത്. ഒന്ന് സ്മോൾ സൈസാണ്, 45 ലെങ്ത്ത് മാത്രമേ ഉള്ളൂ നീളം, അതുകൊണ്ട് അത്ര തോന്നുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് 2 കഫ്താനേറ്റി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് ഡൽഹിയിൽ നിന്ന് ഓർഡർ വന്നത്, പക്ഷേ നാട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അവർ ലീവിന് വരുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ ഫ്രോക്ക് നൈറ്റിക്ക് ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത് കഫ്തയ്ക്കും വേണ്ടിയിട്ടും കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. കട്ടിങ്ങിന് എനിക്ക് കുറേ സമയം എടുക്കും. ഞാൻ സാവധാനേ കട്ട് ചെയ്യും. ഒരു മെറ്റീരിയൽ കിട്ടിയാൽ അത് ഏത് മോഡലാണ് ചെയ്യേണ്ടതെന്നെല്ലാം ചിന്തിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുക. കട്ടിങ്ങിലാണല്ലോ എല്ലാം. നമ്മൾ സ്റ്റിച്ച് എങ്ങനെ ചെയ്താലും കട്ടിങ് ശരിയായിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്താലും നല്ല നീറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നീറ്റിൽ സാവധാനം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യും. ഇന്നെനിക്ക് 3 എണ്ണയും ചെയ്യാൻ പറ്റിയിട്ടും, പിന്നെ എനിക്ക് കുറച്ച് പണി വേറെ ഭാഗത്ത് തിരക്കുണ്ടായിരുന്നു, അങ്ങനെ അത് ചെയ്ത് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വെച്ച്. നാളത്തെ വീഡിയോയിൽ ഞാൻ ഫീഡിങ് ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കട്ടിങ്ങോ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് വേഗം ചെയ്യാം. ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാ പണിയെങ്കിലും ഞാൻ വേഗം ചെയ്യാനിരിക്കും. ഇത് രണ്ടും ഒരു ദിവസം നടക്കുമ്പോൾ ഒരുവിധം കുറച്ച് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ഇത് ഞാൻ ഫ്രോക്ക് നൈറ്റി ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഫ്രോക്ക് നൈറ്റി സാധാരണ നോർമൽ ഫ്രോക്ക് നൈറ്റി ചെയ്യൽ സിബൊന്നും ഇല്ലാണ്ട് ഇത് ഫസ്റ്റ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. എല്ലാ മോഡലും ഞാൻ പറഞ്ഞല്ലോ, തുണിയിൽ എത്ര തരം മോഡൽ കളർ തുണിയുണ്ട്, അതിൽ ഓരോ കളർ മെറ്റീരിയൽ എടുത്തിട്ട് 5 എണ്ണം വീതമാണ് മോഡൽ ചെയ്യൽ. അങ്ങനെ ഞാൻ കഫ്താൻ നൈറ്റിയും ചെയ്തത്. എന്നിട്ട് നമ്മളെ സ്റ്റാറ്റസും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലെല്ലാം ഇട്ടിട്ട് എത്രത്തോളം ഓർഡർ വരുന്നുണ്ട് അതിനനുസരിച്ച് പിന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യൽ. നമ്മൾ എത്ര മെറ്റീരിയൽ എടുത്തിന് ആ മെറ്റീരിയൽ മൊത്തം ഒരേ മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ ആൾ വരണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചില ആൾ പറയും റൗണ്ട് നെക്ക് വേണം, ചില ആൾ പറയും സിബ്ബ് വേണം, അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിക്ക് കൈക്ക് എലാസ്റ്റിക് വേണ്ട, അങ്ങനെ പല അഭിപ്രായം വരുന്നതുകൊണ്ട് എല്ലാ തരം ഞാൻ പറഞ്ഞല്ലോ 5 എണ്ണം വീതം മാത്രമേ ഞാൻ ചെയ്ത് വെക്കലുള്ളൂ. പിന്നെ നമുക്ക് ചിലവാകുന്നതനുസരിച്ചിട്ടാണ് അത് എത്രത്തോളം ചെയ്യണമെന്നും, അല്ലെങ്കിൽ എത്ര ചിലവായാലും ഞാൻ കുറച്ച് എത്ര മെറ്റീരിയൽ എടുത്താലും അതിലെല്ലാ കളറും ഓരോ വീതം എടുത്തിട്ട് 5 എണ്ണേ ചെയ്ത് വെക്കലുള്ളൂ. പിന്നെ അടുത്തതിന് വരുമ്പോഴാണല്ലോ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. പലരും എന്നോട് ചോദിച്ചു, നീ എന്തിന് ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യം, നിനക്ക് ഇന്ന് ജീവിക്കാനുള്ള ചുറ്റുപാടെല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിന് ഇതെല്ലാം കഷ്ടപ്പെടേണ്ട ആവശ്യം, എനിക്ക് മക്കളെ കാര്യവും കഴിഞ്ഞ് വീട്ടിലെ കാര്യവും കഴിഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ 2 ആളും ജോലിക്ക് പോയാൽ ഒരു കാര്യങ്ങൾ നടക്കും. എല്ലാത്തിൻ്റെയും സാധനത്തിൻ്റെ എല്ലാം വില